കേരളത്തിൽ പുതിയൊരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ് ഭാരതാംബ എന്ന വിഷയം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഭാരതാംബയുടെ ഫോട്ടോ വെച്ച് തിരികൊളുത്താതെ ഒരു പൊതുപരിപാടിയും നടത്താൻ കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വ്യാപകമായ പ്രതിഷേധം ഇതിനെതിരെ കേരളത്തിൽ വരുന്നു. സർക്കാരുകൾ കത്തയക്കുന്നു. സംസ്ഥാന സർക്കാരും ഗവൺമെൻറ്റും തമ്മിലുള്ള വീണ്ടും ഒരു ചേരിലേക്ക് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മോടൊപ്പം ഉള്ളത് ഭരണഘടനാ വിദഗ്ധനും അതോടൊപ്പം തന്നെ ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ കൂടിയായ PDT ആചാര്യ സാറാണ്. സാർ, ഈ ഭാരതാംബ വിഷയം വളരെ വലിയ രീതിയിൽ കേരളത്തിലിപ്പോൾ കത്തുകയാണ്. എന്താണ് ശരിക്കും ഭാരതാംബ എന്ന് പറയുന്നത്? ഈ ഭാരതാംബ എന്ന് പറയുന്നത് ഇപ്പോൾ വടക്കേണ്ടി ഒരു ഭാരതമാതാവെന്നാണ്. ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും മനസ്സിലാവത്തില്ല. ഭാരതമാതാവ് എന്ന് പറയണം. പക്ഷേ ഈ ഭാരതമാതാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഇത് വാസ്തവത്തിൽ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോയാൽ ഇത് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറഞ്ഞ ബംഗാളി നോവലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ആനന്ദമഠ എന്ന് പറയുന്ന നോവലിൽ ആണ് ആദ്യമായിട്ട് ഈ മാതൃസങ്കല്പത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് രാജ്യത്തിന്. പക്ഷേ അവരുടെ ആ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ അത് വംഗമാതാവ് എന്നുള്ള ഒരു സങ്കല്പമായിരുന്നു അവരുടെ. അതായത് ബംഗാളി നാഷണലിസത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അത്. ഇത് യാതൊരു വിധത്തിലും ഒഫീഷ്യലായ ഒരു റെക്കഗ്നേഷൻ ഇതിനില്ല. അതായത് ഒരു ചിഹ്നമായിട്ട് ഇപ്പം നാഷണൽ ഫ്ലാഗ് അല്ലെങ്കിൽ നാഷണൽ ആന്തം അല്ലെങ്കിൽ നാഷണൽ എംബ്ലം, ഈ അശോക ചക്രം ഉണ്ടല്ലോ സാരനാഥിലെ, ഇത് അല്ലെങ്കിൽ നാഷണൽ സിംബലുകളുണ്ട്. ഇതിലൊന്നും ഇത് പെടുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകളോ ഒന്നും തന്നെ ഇതിനെ അംഗീകരിച്ചിട്ടില്ല. ഭാരതമാതാവ് എന്ന് പറഞ്ഞാൽ ഒരു മാതാവിൻ്റെ രൂപത്തിൽ ഇതിനെ സങ്കല്പിച്ച് അതിനെ പൂജിക്കുകയോ അല്ലെങ്കിൽ മാലയിടുകയോ അങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഇല്ല, മറ്റൊരു സംസ്ഥാന ഗവൺമെൻറ്റും ഇല്ല. ഇത് ആദ്യമായിട്ടാണ്, കേരളത്തിലാണ് ഇതാദ്യമായിട്ട് ഈ അവിടുത്തെ ഗവർണർ ഇത് തുടങ്ങി വെച്ചത്. ശരിക്കും അത് ഗവർണർക്ക് അങ്ങനെ ചെയ്യാൻ നിയമപരമായി ഇപ്പോൾ കഴിയുമോ? ഗവർണർ പറയുന്നത് ഒരു ഐക്യത്തിൻ്റെ പ്രതീകമാണെന്നൊക്കെ സർക്കാരിന് കത്തയക്കുന്നു. അപ്പോൾ അങ്ങനെ ഗവർണർക്ക് ഒരു ഭാരതമാതാവിനെ തിരികൊളുത്തിക്കൊണ്ട് ഒരു പൊതുപരിപാടി നടത്താൻ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമോ? അല്ല, ഗവർണർ എന്ന് പറഞ്ഞൊരു ഭരണഘടനാ തലവനാണ്. ഭരണഘടനയുടെ 4 അതിരുകൾക്ക് ഉള്ളിൽ നിന്നിട്ടുണ്ടേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് ഭരണഘടനയിലോ അല്ലെങ്കിൽ നിയമങ്ങളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡറുകളിലോ പോലും ഇതിനൊരു സ്ഥാനമില്ല. അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഗവർണർക്ക് അത് എങ്ങനെ ചെയ്യാൻ പറ്റും? ഗവർണർക്ക് സ്വകാര്യ മുറിയിൽ വയ്ക്കാം, അത് കുഴപ്പമില്ല, ഏത് ഫോട്ടോയും വയ്ക്കാം. പക്ഷേ ഇത് അങ്ങനെ ഒരു അംഗീകാരമില്ലാത്തപ്പോൾ ഒരു ഒഫീഷ്യൽ ചടങ്ങിൽ ഇത് വയ്ക്കാൻ പാടില്ല. അങ്ങനെയാണ്, അത് വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഭാരതമാതാവിനെക്കുറിച്ച് ഏത് ചിത്രമാണ് ഒതൻറ്റിക്കായിട്ടുള്ളത്? അങ്ങനെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ഭാരതമാതാവ് ഇങ്ങനെ ആയിരിക്കണം എന്ന് സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്, അല്ലേ? ആ ചിത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തതാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അക്സെപ്റ്റ് ചെയ്ത ചിത്രങ്ങളാണ്. ഈ ആദ്യത്തെ ഭരണഘടന അതിൻ്റെ കാലിഗ്രാഫിക് കോപ്പിയിൽ ധാരാളം ചിത്രങ്ങളുണ്ട്. രാമനും സീതയും ലക്ഷ്മണനും കൂടെ പോകുന്നതും, മഹാഭാരതത്തിൻ്റെ ചിത്രങ്ങൾ, പിന്നെ മുഗളുടെ അക്ബറുടേത്, അങ്ങനെ ശ്രീബുദ്ധൻ്റെ, ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ അതിനകത്ത് വരച്ചിട്ടുണ്ട്. അതെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഭാരതമാതാവിൻ്റെ ഒരു ചിത്രം ഒരിടത്തും കിട്ടുകയില്ല. ഞാനിത് കണ്ടിട്ടുള്ളത് ഈ RSS BJP എന്ന് പറയുന്ന സംഘടനകളുടെ ചില ഫംഗ്ഷനുകളൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. ഈ ചിത്രം വെച്ചവർ ഇങ്ങനെ മാലയിടുകയും അതിന് ഈ പുഷ്പാർച്ചന നടത്തുകയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതല്ലാതെ ഒഫീഷ്യലായിട്ട് യാതൊരു റെക്കഗ്നീഷനും ഒരു അംഗീകാരവും കിട്ടാത്ത ഒരു സങ്കല്പമാണിത്, ഈ ഭാരതമാതാവിൻ്റെ ചിത്രീകരണം എന്ന് പറയുന്നത്. ഭാരതമാതാവ് എല്ലാവരും അംഗീകരിച്ച് അത് ഒരു സ്ലോഗനായിട്ട്, ഒരു വലിയ മുദ്രാവാക്യമായിട്ട് അത് നമ്മൾ കൊണ്ടു നടന്നതാണ്. സ്വാതന്ത്ര്യ സമരകാലത്തൊക്കെ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്ലോഗനാണത്. പക്ഷേ അതിനെ ഈ രീതിയിൽ പിക്ചറൈസ് ചെയ്ത് ഒരു സ്ത്രീയാക്കി നിർത്തി, ഇങ്ങനെ ഈ രീതിയിൽ ഒരു കാവിക്കൊടിയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ഒരു ശൂലം പിടിച്ച് ഒരു സിംഹം പുറകെ നിർത്തി അങ്ങനെ വരുന്ന ഒരു സങ്കല്പമൊന്നും ഒരിടത്തും ആരും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഒഫീഷ്യലായിട്ട് യാതൊരു റെക്കഗ്നീഷനും ഇല്ല. ഒരു ഭരണഘടനാ വിദഗ്ധൻ എന്ന നിലയിൽ ഈ ഗവർണറുടെ ഈ ഒരു നീക്കം ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇല്ല, ഗവർണർ നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഗവർണർക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ സ്വന്തമായി യാതൊന്നും ചെയ്യാനോ ഒന്നും പറ്റുകയില്ല. അതിൻ്റെ അന്തിമമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെയാണ്. ഇപ്പോൾ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് എന്തൊക്കെ ചിത്രങ്ങൾ വയ്ക്കണം, ഏത് ചിത്രമാണ് വയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ചിത്രം വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തുടങ്ങുമ്പോഴേ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഈ മാതിരി കാര്യങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോക്കോൾ വിഭാഗമുണ്ട്.
അവരാണ് അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണത്. അവരാണ് അത് തീരുമാനിക്കുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അനുസരിച്ച് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനൊരു ചിത്രം കൊണ്ടുവന്ന് അതിന് യാതൊരു അക്സെപ്റ്റൻസും ഇല്ലാതെ, സ്വീകാര്യതയില്ലാത്ത ഒരു ചിത്രം അത് കൊണ്ടുവന്ന് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ പരിപാടി നടക്കുന്ന സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല. അതും പ്രത്യേകിച്ച് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിരിക്കുന്ന ഗവർണർ അത് വയ്ക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഈ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഗവർണർ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട അതാണ് എന്നുള്ളതാണ്. സാർ പറഞ്ഞ ഈ കേരളം സൃഷ്ടിച്ച പരശുരാമനാന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പരശുരാമൻ്റെ ചിത്രം വയ്ക്കാൻ കഴിയുമോ എന്നൊക്കെ സാറ് ചോദിച്ച് ഞാൻ കണ്ടു. അതെ, അതൊരു പ്രസക്തമായ ചോദ്യമല്ലേ. ഇപ്പം ഇതിപ്പോൾ ഇന്ന് വേറൊരാൾ വന്ന് കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണ്, ആ പരശുരാമൻ ഇങ്ങനെ മഴുവായിട്ട് നിൽക്കുന്ന ഒരു ചിത്രം വരച്ചിട്ട് ഇത് വെച്ച് ആരാധിക്കണം, അല്ലെങ്കിൽ ഇത് വെച്ച് നമുക്ക് പൂമാല ഇടണം, ഒഫീഷ്യൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇതുകൊണ്ടേ ആകാവൂ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വലിയ അർത്ഥമുണ്ടോ? എന്തായാലും ഈ ഭാരതാംബ വിഷയം വലിയ വിവാദമായി നിൽക്കുമ്പോൾ ഗവർണറുടെ നിലപാട് തീർത്തും തെറ്റാണ്. അല്ലെങ്കിൽ അത് ഭരണഘടന പ്രകാരമുള്ള ഒന്നല്ല എന്ന് തന്നെയാണ് PDT ആചാര്യയെ പോലുള്ള ഭരണഘടനാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ക്യാമറമാൻ ഗോപി കടവൂരിനൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.